പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, HSA വിവിധ വിഷയങ്ങളിലെ പരീക്ഷകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ചില ജില്ലകളിൽ സർട്ടിഫിക്കറ്റ് മെസ്സേജ് അപ്ലോഡ് വന്നിട്ടുണ്ട് എന്ന വിവരങ്ങളൊക്കെ നിങ്ങൾ ഇതിനകം തന്നെ അറിഞ്ഞിട്ടുണ്ടാകും. പ്രത്യേകിച്ച് വയനാട് പോലുള്ള വളരെ കുറഞ്ഞ ഉദ്യോഗാർത്ഥികൾ മാത്രം പരീക്ഷയിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ള ജില്ല, അത്തരം ജില്ലകളിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് ഇംഗ്ലീഷിൻ്റേത് വന്നിട്ടുണ്ട്. നാച്ചുറൽ സയൻസ് അങ്ങനെ ഏതൊക്കെയോ സബ്ജക്റ്റുകളിലേക്ക് വന്നിട്ടുണ്ട്. സോ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഇത്. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് മെസ്സേജ് അപ്ലോഡ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജില്ലയും നിങ്ങളുടെ സബ്ജക്റ്റും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഒരു മനസ്സിനൊരു സമാധാനം കിട്ടുന്നതിന് വേണ്ടിയാണ്. കാരണം പരീക്ഷ എഴുതി കഴിഞ്ഞാൽ പിന്നീട് നമുക്കുള്ളൊരു ടെൻഷൻ, ഇനി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് എപ്പോഴാണ് വരുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഞാനത് പറഞ്ഞിട്ടുള്ളത്. ഇനി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്ന ആളുകളോട് എനിക്ക് പ്രധാനമായിട്ടും സൂചിപ്പിക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ 2 ആശങ്കകൾ ഞാൻ നിങ്ങളോട് അഡ്രസ്സ് ചെയ്യുകയാണ്. ഒന്നാമത്തെ ആശങ്ക, എനിക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നു, ഞാൻ നിർബന്ധമായിട്ടും ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ നമുക്കതൊരിക്കലും ഉറപ്പ് പറയാൻ കഴിയില്ല. കാരണം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വരുന്നത് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള ആളുകൾക്ക് വേണ്ടിയാണ്. ഇപ്പോൾ ഒരു ജില്ലയിൽ 50 ഉദ്യോഗാർത്ഥികളെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന് PSC തീരുമാനിക്കുന്നു എങ്കിൽ 50 ഉദ്യോഗാർത്ഥികൾക്കല്ല, ഒരു 60 65 ഉദ്യോഗാർത്ഥികൾക്ക് അവർ മെസ്സേജ് അയക്കും. കാരണം ഒരു പക്ഷേ വെരിഫിക്കേഷൻ പ്രോസസ്സ് പൂർത്തിയാകുന്ന സമയത്ത് ചില ഉദ്യോഗാർത്ഥികൾ ചിലപ്പോൾ ഔട്ടാവും. അത് ഏതെങ്കിലും എലിജിബിലിറ്റി ക്രൈറ്റീരിയയുടെ പ്രശ്നം കൊണ്ടോ, സർട്ടിഫിക്കറ്റിലെ പ്രശ്നം കൊണ്ടോ, അല്ലെങ്കിൽ അംഗീകാരം, സർട്ടിഫിക്കറ്റിലുള്ള അംഗീകാരത്തിൻ്റെ പ്രശ്നം കൊണ്ടൊക്കെ പുറത്താക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഉദ്യോഗാർത്ഥികൾ പുറത്തായി കഴിഞ്ഞാൽ PSC ഉദ്ദേശിച്ചിട്ടുള്ള അത്ര എണ്ണം ആളുകൾ ലിസ്റ്റിൽ ഉൾപ്പെടണമല്ലോ. അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് കുറച്ച് കൂടുതൽ ആളുകൾക്ക് മെസ്സേജ് അയക്കുന്നത്. സോ മെസ്സേജ് അയക്കുന്ന എല്ലാവരും എവിടെ വരണമെന്ന് നിർബന്ധമില്ല, ഷോർട്ട് ലിസ്റ്റിൽ വരണമെന്ന് നിർബന്ധം ഇല്ല. ഇനി രണ്ടാമത്തെ സംശയമാണ്, എനിക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നില്ല, എന്നാൽ ഞാൻ ഷോർട്ട് ലിസ്റ്റിൽ കാണുമോ എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വരുന്ന ആളുകളെ ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടാവുകയുള്ളൂ. വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വരുന്നത് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള ആളുകൾക്കാണ്. നമുക്ക് മെസ്സേജ് വന്നിട്ടില്ല എങ്കിൽ അതിനർത്ഥം ഷോർട്ട് ലിസ്റ്റിൽ നമ്മൾ ഉണ്ടാവുകയില്ല എന്നുള്ളത് തന്നെയാണ്. അതൊരു റിയാലിറ്റി ആയിട്ട് മനസ്സിലായിക്കൊണ്ട് അടുത്തുള്ള ശ്രമങ്ങൾ, അടുത്ത ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളതാണ് ബാക്കിയുള്ള ആളുകൾ ചെയ്യേണ്ടത്. ഇനി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറയുകയാണ്. സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരു നിശ്ചിത KB എന്ന് പറഞ്ഞാൽ ഫയൽ സൈസ്, ആ ഒരു ഫയൽ സൈസിലായിരിക്കും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത്. വളരെ റീഡബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കണം ഓരോ ഡോക്യുമെൻറ്റും നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഇന്ന് പലതരത്തിലുള്ള സ്കാനേഴ്സ്, ഡോക്യുമെൻറ്റ് സ്കാനേഴ്സ് അവൈലബിൾ ആണ്. അത് യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഫയൽ സൈസ് കൃത്യമായിട്ട് നമ്മൾ അത് അറേഞ്ച് ചെയ്യണം. അതിന് പ്രയാസമുള്ള ആളുകൾ അടുത്തുള്ള അക്ഷയയിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോയി ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം നമ്മൾ പറയുന്ന രീതിയിൽ അവരത് ചെയ്തു തരും. ഇനി രണ്ടാമത്തെ കാര്യം, നമുക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് SSLC, +2, ഡിഗ്രി, അതേപോലെ BEd, KTET 3 ഈ ഇത്രയും സർട്ടിഫിക്കറ്റുകളാണ് നിർബന്ധമായിട്ടും അപ്ലോഡ് ചെയ്യേണ്ടി വരുന്നത്. പിന്നീട് റിസർവേഷൻ കാറ്റഗറിയുള്ള ആളുകൾക്ക് റിസർവേഷൻ കാറ്റഗറിയിൽ ഉൾപ്പെട്ടതാണ് എന്ന് തെളിയിക്കുന്ന കാസ്റ്റ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ അതുപോലുള്ള സർട്ടിഫിക്കറ്റുകളോ, പിന്നീട് തിരിച്ചറിയലിന് വേണ്ടിയുള്ള ആധാർ എന്തായാലും കമ്പൽസറിയാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ID പ്രൂഫോ ഒക്കെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്ലോഡ് ചെയ്യുമ്പോൾ ഓരോ സർട്ടിഫിക്കറ്റും അത് പാസ്സായ ഇയർ കൂടി അതിനകത്ത് നമ്മൾ രേഖപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ടും കൊടുക്കുക. സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് അല്ല, നിങ്ങൾ പാസ്സായിട്ടുള്ള ഡേറ്റ് അത് കൃത്യമായിട്ടും സർട്ടിഫിക്കറ്റിലുണ്ട്, അത് അപ്ലോഡ് ചെയ്യുക. ദെൻ ഡിഗ്രി മാർക്ക് ലിസ്റ്റൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് മാർക്ക് ലിസ്റ്റിൻ്റെ എല്ലാ ഭാഗങ്ങളും, എല്ലാ ഇയേഴ്സിലെയും മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യുക. അതൊക്കെ നമ്മൾ ആ പ്ലസ് സിമ്പിളൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഒരു കാറ്റഗറിയിൽ തന്നെ ഒരുപാട് പിക്ചേഴ്സ്, ഒരുപാട് ഡോക്യുമെൻറ്റ്സ് നമുക്ക് ആഡ് ചെയ്യാൻ
കഴിയും, അത് ശ്രദ്ധിക്കുക. ഇനി ഏതെങ്കിലും സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് അവൈലബിൾ അല്ല എങ്കിൽ, ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഡിഗ്രി പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ളൂ, ഒറിജിനൽ നിങ്ങൾ അപ്ലൈ ചെയ്തു കിട്ടിയിട്ടില്ല, നിങ്ങളുടെ പ്രശ്നം കൊണ്ടല്ല, യൂണിവേഴ്സിറ്റി ഈ ഭാഗത്തുനിന്ന് വരുന്ന ഡിലേ ആണെങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് മതിയാകും. ഇനി പ്രൊഫഷണൽ കിട്ടി ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ഡിലേ കാണിച്ചെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് സർട്ടിഫിക്കറ്റ് നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റിനുള്ളിൽ നിങ്ങൾക്ക് അത് കിട്ടിയില്ലെങ്കിൽ തൽക്കാലം നിങ്ങൾ പ്രൊഫഷണൽ അറ്റാച്ച് ചെയ്യുക. പിന്നീട് വെരിഫിക്കേഷന് പോകുന്ന സമയത്ത് ഒറിജിനൽ കിട്ടുകയാണെങ്കിൽ അതും കൂടി കൊണ്ടുപോവുക. കാരണം നമ്മൾ വെരിഫിക്കേഷന് പോകുന്ന സമയത്ത് സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒന്നുകൂടി അപ്ലോഡ് ചെയ്യാനുള്ള ഒരു പ്രൊഫിഷ്യൻസി ഉണ്ടാകും. ആ സമയത്ത് നമുക്കത് ഉപയോഗപ്പെടുത്താം. പിന്നീട് കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതിനൊക്കെ വാലിഡിറ്റി ഉണ്ട്. അഥവാ 6 മാസമോ 1 വർഷത്തോ കാലയളവാണ് വാലിഡിറ്റി ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് കരുതി അത് തന്നെ ഉപയോഗിക്കാമെന്ന് ചിന്തിക്കരുത്. അതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒരു വെരിഫിക്കേഷൻ നടക്കും നിങ്ങളുടെ ജില്ലയിൽ. അഥവാ നിങ്ങൾ ഏത് ജില്ലയിലാണോ അപ്ലൈ ചെയ്തിട്ടുള്ളത് അതാത് ജില്ലകളിൽ ഒരു വെരിഫിക്കേഷൻ വിളിക്കുന്നതാണ്. അപ്പോൾ PSC ഓഫീസിൽ പോയി നിങ്ങളത് വെരിഫൈ ചെയ്യും. വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് OTV സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യും, വൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്. അപ്പോൾ OTV സർട്ടിഫിക്കറ്റ് ഓൾറെഡി ഉള്ള ആളുകൾക്ക് നിങ്ങൾ അതിനുവേണ്ടി അപ്ലോഡ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ വീണ്ടും അപ്ലോഡ് ചെയ്യേണ്ടതില്ല. അഡീഷണലി എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. ഇപ്പോൾ LD എക്സാം അല്ലെങ്കിൽ +2 ക്വാളിഫിക്കേഷൻ എക്സാം എഴുതി നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ SSLC +2 ഒക്കെ നിങ്ങൾ ഓൾറെഡി വെരിഫൈ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ബാക്കി ഡിഗ്രിയും B.Edഉം കൂടി ചെയ്താൽ മതി. ഇനി ഓൾറെഡി നിങ്ങളൊരു HSCക്ക് വേണ്ടി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവിടെ നിങ്ങൾ എല്ലാ സർട്ടിഫിക്കറ്റിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അത് വാലിഡിറ്റി കഴിഞ്ഞെങ്കിൽ അത് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്നുകൂടി അപ്ലോഡ് ചെയ്താൽ മതി എന്ന് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം കൃത്യമായിട്ടുള്ള ഡേറ്റ് ഒക്കെ കഴിഞ്ഞ് വെരിഫിക്കേഷന് പോകുമ്പോൾ ഒരു പ്രാവശ്യം കൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് എന്തെങ്കിലും ഇഷ്യൂസ് പരിഹരിക്കാനുള്ള അവസരം കൂടി കിട്ടുന്നതാണ്. സോ അതുകൊണ്ട് ഒരുപാട് ടെൻഷനൊന്നും അടിക്കേണ്ട. കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഡോക്യുമെൻറ്റ്സ് ഉപയോഗിച്ച് അപ്ലോഡ് ചെയ്യുക. ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഇല്ലാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് അത് സംഘടിപ്പിക്കുക. കാരണം കൃത്യസമയത്തിനുള്ളിൽ നിങ്ങളത് അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റിൽ നിന്നും നിങ്ങൾ പുറത്താകുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. HSCയുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ശുഭപ്രതീക്ഷയോടുകൂടി ജീവിതം മുന്നോട്ട് പോകട്ടെ. ഇനിയും ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് എന്ന് കരുതിക്കൊണ്ട് വളരെയധികം ഊർജ്ജത്തോടുകൂടി ശ്രമങ്ങൾ തുടരുക. ഏവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയങ്ങൾ നേടിയെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.